അപ്പോഴേ നമ്മൾ അടുത്ത പാർട്ടാണ് പാർട്ട് 3. ഇതിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം. വാട്ട് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിങ്? ഏതാണ്? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ട്. ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. നമ്മളെല്ലാ കാൽക്കുലേഷനും അതുപോലെ തന്നെ കമ്പയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ പാർട്ട് അതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്? കൂട്ടത്തിലെ ഫാസ്റ്റസ്റ്റ് ആരാ? ക്യാഷ് മെമ്മറി ഉണ്ടോ? രജിസ്റ്ററും ഉണ്ട്. ആരാ? രജിസ്റ്ററാണ്. ഇത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? രജിസ്റ്ററാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷാണ്. അത് കഴിഞ്ഞാൽ റാമാണ്, ഹാർഡ് ഡിസ്ക്, SSD അങ്ങനെയൊക്കെ വരും. ഓക്കെ, ക്ലിയർ. BIOS ഈസ് യൂസ്ഡ് ബൈ ആരാണ്? നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുന്നതാണ്. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ഗ്രാഫിക്കൽ ഫയൽ എക്സ്റ്റൻഷൻ്റെ ഒരു കൂട്ടം ഏതാ താഴേൽ? JPG, GIF, BMP, ബിറ്റ് മാപ്പ് ഇമേജ് ആട്ടോ BMP എന്ന് പറയുമ്പോൾ. എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ക്യാൻ ബി ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു PC വയ ഏത് വഴിയാണ് ഹാർഡ് ഡിസ്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് നോക്കണം. ഇത് ഞാൻ പറഞ്ഞുതരാം. SCSI ഇൻ്റർഫേസ്. SCSI എന്ന് പറഞ്ഞാൽ സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ആണ്. എന്താണ്? സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ആണ് SCSI. ആ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു പോർട്ട് വഴിയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും USB വഴി കണക്ട് ചെയ്തുകൂടെ? അതെ, USB നമ്മളെന്താ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകളാണ് USB വഴി എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. USB കണക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഹാർഡ്വെയറുകളാണെന്ന് മനസ്സിലാക്കുക. അടുത്തത്, വാട്ട് ഡസ് DFT ട്രാൻസ്ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിഗ്നൽ പ്രോസസ്സിംഗ്? സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ DFT എന്താ? ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമാണ് DFT എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാറ്റേൺ ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിൻറ്റിംഗ്? എന്താണ്? സ്പ്രോക്കറ്റ് ഫെഡ് കാർബൺ കോപ്പി. ഇതൊന്ന് അടിച്ചു നോക്കട്ടോ. ഇത് ഏത് രൂപത്തിലുള്ള പ്രിൻറ്റിങ് മെത്തേഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകളാണ്. ഓക്കെ. ഡാഷ് ഇസ് എ സ്മോൾ പോർട്ടബിൾ ഫ്ലാഷ് മെമ്മറി കാർഡ് ദാറ്റ് പ്ലഗ് ഇൻ ടു കമ്പ്യൂട്ടേഴ്സ് USB പോർട്ട് ആൻഡ് ഫങ്ഷൻസ് ആസ് എ പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ്. ഒരു ഹാർഡ് ഡ്രൈവായിട്ട് നമുക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പറ്റും. അതിനെന്താ പറയുക? ഫ്ലാഷ് മെമ്മറി ഡ്രൈവുകളാണ്. നമ്മൾ ഈ പറഞ്ഞ പെൻ ഡ്രൈവ് എന്ന് പറയുന്ന സാധനമില്ലേ? പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് അതെന്താണ്? അത് ഫ്ലാഷ് ഡ്രൈവുകളാണ്. അടുത്ത, ഇന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വാട്ട് ഡസ് ദ ടേം DHCP? വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. എന്താണ്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളാണ്. ക്ലിയർ? മുന്നത്തെ ഇതിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. The time of the actual data transfer after receiving the request from data from secondary storage is referred. ആ ഒരു സമയത്തിന് എന്താ പറയുക? അതായത് ടൈം ഫോർ ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ റിസീവിങ്. ആ ഒരു റിക്വസ്റ്റ് വന്നതിന് ശേഷം ആക്ച്വൽ ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യുന്ന ആ ഒരു ടൈമിന് പറയുന്ന പേര് എന്താണ്? ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് എന്ന് വന്നിട്ടുള്ള റിക്വസ്റ്റ് കേട്ടോ. ട്രാൻസ്ഫർ ടൈം എന്നതിന് പറയാം. എന്താണ് ട്രാൻസ്ഫർ ടൈം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫയൽ? ഒരു ഫയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതൊന്ന് സിസ്റ്റത്തിൽ പോയി അടിച്ചുകൊണ്ട് ആൾട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് കിട്ടുക. ഒരു ഫയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ആൾട്ട് എൻ്റർ അടിച്ചാൽ കിട്ടുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊസസ്സർ ഹാസ് ഫിക്സ്ഡ് ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആയിരിക്കുള്ളത്? RISC. എന്താണ്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. HLDA സ്റ്റാൻഡ്സ് ഫോർ അറിയണം. ഹോൾഡ് അക്നോളേജ് ആണ്. അതായത് അതിൽ A ആട്ടോ. ഹോൾഡ് നോളേജ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹോൾഡ് നോളേജ് ആണ്. HOLD ഹോൾഡ്
നോളേജിന് അക്നോളേജ് ആണ്. ഓൾഡ് അക്നോളേജ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് URL? URL എന്താ? ലിങ്ക് പറഞ്ഞ URL എന്താ? URL ഈസ് എ സോഫ്റ്റ്വെയർ. അയ്യോ അല്ല. ദാറ്റ് കണക്ട്സ് ടു ഇൻ്റർനെറ്റ് അല്ലേ? അല്ല. URL ഈസ് എ ഡൊമൈൻ നെയിം. URL ഡൊമൈൻ നെയിം അല്ല. URL ഈസ് ദ അഡ്രസ് ഓഫ് വെബ് പേജ് ആണ്. ആൾ ഓഫ് ദ എബോവ് അല്ല. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെബ് പേജിൻ്റെ അഡ്രസ്സാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തല്ലേ പോകുന്നത്. ഒരാളൊരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അത് അയാൾ എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റിനല്ലേ, ആ വെബ് പേജിനല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് എന്ന് പറയുന്നത് URL എന്ന് പറയുന്നത്. BAK എക്സ്റ്റൻഷൻ എന്തിൻ്റെയാണ്? BAK എക്സ്റ്റൻഷൻ അതിൽ തന്നെ ഉണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ഡസ് എന്താണ് BAK എക്സ്റ്റൻഷൻ? BAK എക്സ്റ്റൻഷൻ ആണെങ്കിൽ എന്ത് പറയണം? അത് ബാക്കപ്പ് ഫയലുകളാണ്. എന്താണ്? ബാക്കപ്പ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇനി ഒരു ഇമേജ് പ്രോസസ്സിങ്. വാട്ട് ഡസ് ഫിൽറ്ററിങ് ജനറലി? ഫിൽറ്ററിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിൽറ്ററിങ് എന്തിനാണ് ഫിൽറ്റർ ചെയ്യുന്നത്? നമ്മൾ ഇമേജിനൊക്കെ ഫിൽറ്റർ കൊടുക്കുന്നത് എന്തിനാണ്? അൺവാണ്ടഡ് സാധനങ്ങളുണ്ടാവും. അതിനാണ് എന്ത് പറയുക? നോയിസ് എന്ന് പറയാം. നോയിസസ് ഉണ്ടാവും. ഈ നോയിസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്ററിങ് ഉപയോഗിക്കുന്നത്. ഷാർപ്പനിങ്, ഫിൽറ്ററിങ് എന്നൊക്കെ ഉണ്ടാകും. ഇമേജ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. ഓക്കെ. Which of the following natural element is the primary element in a computer chip? കമ്പ്യൂട്ടർ ചിപ്പിലുള്ള പ്രൈമറി എലമെൻറ്റ് എന്താ? സിലിക്കൺ ആണ്. എന്താണ്? സിലിക്കൺ ആണ്. ക്ലിയർ. എവിടെത്തി? പേജ് 16 out of 42 പേജ് പോകാണ്ട്. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡെസിമൽ ഇക്വാലൻ്റ് ഓഫ് ദ ബൈനറി നമ്പർ? ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റ് എന്താ? 10111 എഴുതിക്കോ. 1 2 4 8 16 കൂട്ടിക്കോ. 16 + 4 + 2 + 1 20 23 ഇങ്ങനെയാണ് 23 എന്ന് വന്നത്. ക്ലിയർ. ഓക്കെ. ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ ടെംപ് ഓഫ് ടൈപ്പ് ഫ്ലോട്ട് ഈസ് ampersand temp. To connect on computer through the internet from another location use dash എന്താ ഉപയോഗിക്കുക? ടെൽനെറ്റ് ഉപയോഗിക്കുക. അതായത് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ അതായത് മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ. ടു കണക്ട് ഓൺ കമ്പ്യൂട്ടർ ത്രൂ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യണേ, നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യണേ, അവിടെ അനദർ ലൊക്കേഷൻ കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയുന്ന പേര് എന്താ? ടെൽനെറ്റ് ആണ്. ദ 3 മെയിൻ പാർട്ട് ഓഫ് ദ പ്രൊസസ്സറിൻ്റെ 3 മെയിൻ പാർട്ട്, കമ്പ്യൂട്ടറിൻ്റെ 3 മെയിൻ പാർട്ട് ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ മെമ്മറി ഔട്ട്പുട്ടൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ്? അതിലൊരു അരിത്തമാറ്റിക് യൂണിറ്റ് ഉണ്ടാവും, ALU ഉണ്ടാവും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും അല്ലേ. പിന്നെന്താ ഉണ്ടാവുക? രജിസ്റ്റേഴ്സും ഉണ്ടാവുക. ബാക്കിയുള്ള ഓപ്ഷൻ നോക്ക്. ക്യാഷ് അതെന്താണ്? ഒരു മെമ്മറി ആയിട്ട് വന്നത്. കൺട്രോൾ യൂണിറ്റ് രജിസ്റ്റർ അല്ല. ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അടുത്ത എന്താ പറയുക? റാം എന്ന് പറയുന്ന ഓപ്ഷൻ അതുമല്ല. ഇൻട്രൽ യൂണിറ്റും ഉണ്ട്, ഇതുണ്ട്. ഈ 3 എന്ന് പറയുന്നത് മെയിൻ പാർട്ട് ഓഫ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. ALU അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് does not program that the human can understand into a form that computer can process? Display. What is a permanent memory built in your computer is called? കമ്പ്യൂട്ടറിലുള്ള പെർമനൻറ്റ് മെമ്മറി എന്താ? അത് റോമാ, റീഡ് ഓൺലി മെമ്മറി. ഇൻ ഇമേജ് പ്രോസസ്സിംഗ് വാട്ട് ഡസ് മോർഫോളജിക്കൽ ഓപ്പറേഷൻ ടിപ്പിക്കലി ഇൻവോൾവ്? ഏതിലാണ് മോർഫോളജിക്കൽ ഓപ്പറേഷൻസ്? എവിടെ വരുന്നത്? ഏത് ഭാഗത്ത് വരുന്നത്? ഇമേജ് സെഗ്മെൻറ്റേഷന് വരുന്നതാണ്. ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. അതിലുള്ള ഒരു ഭാഗമാണ് സെഗ്മെൻറ്റേഷനൊക്കെ വരുന്നത്, മോർഫോളജി ഒക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ. But the mean of number എന്ന് പറഞ്ഞാൽ 18 ആണ്. വാട്ട് ഈസ് ദ മീൻ ഓഫ് ദി സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ? 2 ഈക്വൽ ആണ്, 18 തന്നെയാണ്. എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്
ഓക്കെ സോറി അതെന്താ അറിയാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ എത്തി, അതിൻ്റെ മാത്സ് പാർട്ടിലെത്തി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മാത്സിൻ്റെ ഭാഗങ്ങൾ ഇടാം. ഓക്കെ, ക്ലിയർ. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്സിൻ്റെ ഭാഗമായിട്ട് ഇടാം. 60 വരെയായിരുന്നു, ശ്രദ്ധിക്കണേ, 60 വരെയായിരുന്നു നമ്മുടെ CS-ൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതിൽ വന്നാൽ വേറെ ഒന്നുമല്ല. ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിലേ ഈസ് ഫേസ്ഡ് ബൈ ദ പാക്കറ്റ് ട്രാവലിംഗ് ഫ്രം വൺ എൻഡ് സിസ്റ്റം ഇസ് അനദർ. അപ്പം ഒരു പാക്കറ്റ് വൺ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുമ്പോഴുള്ള ഡിലേകൾ ഇത്രയേ ഉള്ളൂ. PTQP. ഒന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഡിലേ. അടുത്തത് ട്രാൻസ്മിഷൻ ഡിലേ. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂയിങ്. അടുത്ത നമ്മളെന്താ പറഞ്ഞത്, പ്രൊപ്പഗേഷനാണ്. എന്താണ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിലേസ് ഈസ് ഫേസ്ഡ് ബൈ ദ പാക്കറ്റ് ട്രാവലിംഗ് ഫ്രം വൺ എൻഡ് സിസ്റ്റം ആണ്. ഏതൊക്കെയാണ്? പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്, ക്യൂവിങ് ഉണ്ട്, ട്രാൻസ്മിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ എന്താ, ഒക്കെ ഉണ്ട്, ഓൾ ഓഫ് ദ എബവ്. ഇനി രണ്ട് ഡിവൈസസ് നെറ്റ്വർക്കിലാണ്. എപ്പോഴാണ് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലുണ്ട് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഇൻ വൺ ഡിവൈസ് ഈസ് ഏബിൾ ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ വിത്ത് ദ പ്രോസസ് ഇൻ അനദർ ഡിവൈസ്. അപ്പോഴാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി IPv6 ലെങ്ത്ത് എത്രയാണ് ചോദിച്ചത്? IPv6 ലെങ്ത്ത് എന്ന് പറയുന്നത് 128 ബിറ്റാണ്. എത്രയാണ്? 128 ബിറ്റാണ്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ IPv4 കൂടി അപ്പോൾ പറയണ്ട. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റാണ്. എന്താണ്? 32 ബിറ്റാണ് വരുന്നത്. IPv6 128 ബിറ്റും മറ്റേത് 32 ബിറ്റുമാണ്. ഓക്കെ, ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദി പിങ് കമാൻഡ്? പിങ് നമ്മൾ പാർട്ട് 1 പിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്, ഇതല്ലേ? പിങ് സമ്മറൈസ് ദ പാക്കറ്റ് ലൂസസ് ആൻഡ് അറൗണ്ട് ട്രിപ്പ് ഡിലേ ബിറ്റ്വീൻ 2 IP എൻഡ് പോയിൻറ്റ്സ്. പാർട്ട് 1 നോക്കാം കേട്ടോ. ദ പ്രൈവറ്റ് കീ ഇൻ ആൻ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ നേരത്തെ നമ്മൾ പഠിച്ചത്? ഡിക്രിപ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ പ്രൈവറ്റ് കീ, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിനെ രണ്ടായിട്ട് തിരിക്കാം. സിമ്മട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്. അതിൽ ഇവിടെ ചോദിച്ചാൽ എന്താ, പ്രൈവറ്റ് കീ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? അസിമെട്രിൻ്റെ കേസിൽ എന്താ, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കീ ഏതാ? പബ്ലിക് കീ ആണ്. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ അത് ഡിക്രിപ്റ്റ് ആണെങ്കിൽ അതിൻ്റെ എൻക്രിപ്ഷൻ ആരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ? ഡിക്രിപ്ഷൻ ആരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ? റിസീവറുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എറർ. ഇതിൽ എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് എറർ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇല്ലയെന്ന് മനസ്സിലാവും. A primary key if combined with a foreign key creates parent-child relationship between tables that connect them. Primary key എന്താ, foreign key എന്താ? Part 1, Part 2, Part 2. Okay. Dash is a set of columns that identify every row in a table. അതിനെന്താ പറയുക? സൂപ്പർ കീ എന്ന് പറയാം. സൂപ്പർ കീ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഈസ് എ DDL സ്റ്റേറ്റ്സ്? ഏതാ? അപ്പം തന്നെ നമ്മൾ എഴുതിയതുണ്ട്. ക്രിയേറ്റ്, ഡ്രോപ്പ്, അൾട്ടർ, ഇതൊക്കെ എന്താണ്? DDL കമാൻഡിൽ വരുന്നതാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്നതാണ്. ഇൻസേർട്ട്, അതുപോലെ തന്നെ ഡിലീറ്റ്, അപ്ഡേറ്റ് ഒക്കെ ഏതിൽ വരുന്ന? DML ആണ്. മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ വരുന്നതാണ്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിലീറ്റ് ഓൾ റോ ഇൻ എ ടേബിൾ? ഡിലീറ്റ് ഫ്രം ടേബിളിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ദർ ആർ ജനറൽ പർപ്പസ് രജിസ്റ്റർ. എത്ര ജനറൽ പർപ്പസ് ഉണ്ട്? 6 ജനറൽ പർപ്പസ് ഉണ്ട്. 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട് 8085 പ്രോസസ്സറിൽ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് മൈക്രോ പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ട എന്താ? മൈക്രോ പ്രോസസ്സർ ഈസ് എ കൺട്രോളിങ് യൂണിറ്റ് ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ. കറക്റ്റ്.
It is the fabricated on a small chip capable of performing arithmetic logic unit operations. It is communicative. It also communicates with other devices connected to it. All of the above. It determines the number of operation per second. Number of operation per second എന്ന് പറയുന്നത് വരുന്ന ക്ലോക്ക് സ്പീഡാണ്. ക്ലോക്ക് സ്പീഡ്. ഓക്കെ, ക്ലിയർ. അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ CISC പ്രൊസസ്സർ അല്ലാത്ത ഏതാ? IBM, Intel, വാക്സ് ഒക്കെ എന്താണ്? പ്രൊസസ്സറാണ്. ഡെൽ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ പ്രൊസസ്സർ. ഓക്കെ, ക്ലിയർ. അടുത്തത് പിൻ നമ്പർ എന്താ ചോദിച്ചിട്ട്, അറ്റ് വാട്ട് പിൻ നമ്പർ ദർ ഈസ് റീസെറ്റ് പിൻ വിച്ച് ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ദ മൈക്രോ കൺട്രോളർ സോ ഇറ്റ് സെൽഫ് ഇനീഷ്യൽ വാല്യൂ. പിൻ 9 ആട്ടോ, പിൻ 9 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. ദ അഡീഷൻ ഓഫ് എ ന്യൂട്രോൺ, അത് വേണ്ട, നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോയി. അടുത്തേക്ക് വാ. ഇവിടെ വിച്ച് ട്രാവേഴ്സൽ പ്രോസസ് ഓഫ് ദ വെർട്ടെക്സ് ഡിപ്പെൻഡ്. ഓക്കെ, എന്താണ്? ഡിസെൻഡൻസ് ബിഫോർ മൂവ് ടു ദ നെക്സ്റ്റ് വെർട്ടെക്സ്. അതായത് ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രാവേഴ്സൽ പ്രോസസ്സും ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും താഴത്തേക്ക് പോകുന്നത്, ഏറ്റവും തൊട്ടടുത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും താഴത്തെ നോഡിലേക്ക് പോകുന്നത് ആരാ? ഡെപ്ത് ഫസ്റ്റ് സെർച്ചില്ല അല്ലേ? എല്ലാ ഇതിലേക്കും ട്രാവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇവിടെ പോകും, ഏറ്റവും ഡെപ്തിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, അടുത്തത് ഹെഡഡ് നോഡ് ഈസ് യൂസ്ഡ് ആസ് സെൻറ്റിനൽ. എന്താണ് സെൻറ്റിനൽ ഇൻ ബൈനറി ട്രീ. One can convert a binary tree into its mirror image by traversing it in പോസ്റ്റ് ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എന്താവും? അതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് ട്രീ. അപ്പോൾ ബൈനറി സെർച്ച് ട്രീൻ്റെ എന്താണ് ബെസ്റ്റ് കേസും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്? വേർസ്റ്റ് കേസാണ്. പാർട്ട് 1 നോക്കാം കേട്ടോ. പാർട്ട് 1 എന്താണ്? ON log n ആണ്. ഓക്കെ, ദ മിനിമം നമ്പർ ഓഫ് സ്പാനിങ് ട്രീ ഇൻ എ കണക്റ്റഡ് ഗ്രാഫ്. ഒരു കണക്റ്റഡ് ഗ്രാഫിൽ എത്ര സ്പാനിങ് ട്രീ ഉണ്ടാകും? ഒറ്റ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഏതാണ്? പാം OS ആട്ടോ. എന്താണ്? പാം OS ആണ്. ഓക്കെ, FCFS അൽഗോരിതം ഈസ് പർട്ടിക്കുലർലി ട്രബിൾസം ഫോർ ടൈം ഷെയറിംഗ് സിസ്റ്റം. On which where there are multiple operating system, the decision to load a particular one is by ആ ഡിസിഷൻ എടുക്കുന്ന ബൂട്ട് ലോഡർ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് പ്രോസസ്സ്. ദ ലെങ്ത് ഓഫ് CPU ബസ് ടൈം ഈസ് ഗിവൺ ഇൻ മില്ലി സെക്കൻഡ്. അപ്പോൾ P1 എന്ന് പറയുന്നത് ബസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്, P2 ഇതാണ്. അപ്പം ഓർഡർ എങ്ങനെ വരും? ആദ്യം എന്താ വരിക? 3 സെക്കൻഡിൽ ഇവിടെ അല്ലേ? P4 വരും, പിന്നെ 6 ഉള്ളതുകൊണ്ട് P1, പിന്നെ അതിന് ശേഷം അങ്ങോട്ട് പോകും, P3യിലേക്ക് പോകും, പിന്നെ പോകും P2യിലേക്ക് പോകും. അപ്പോൾ ഈ P1 ഇതിലെന്താ ആസ്യൂം പ്രോസസ് ഷെഡ്യൂൾ. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാ കറക്റ്റ്? P1 ടൈം പ്രോസസ്സ് P1 ഈസ് 3 സെക്കൻഡ്. P1 വെയിറ്റ് ഫോർ. ഓക്കെ, ഇവിടെ P1 എന്ത് ചെയ്യുന്നുണ്ട്? 3 കഴിഞ്ഞ് ഓക്കെ നോക്ക്, 6, 7, 8 സെക്കൻഡിലൊക്കെ എന്തുണ്ട്? ഓരോ പ്രോസസ്സറിലുണ്ട്. 3 കഴിഞ്ഞ് 4, 5 കഴിഞ്ഞിട്ട് വേണം 6 വർക്ക് ചെയ്യുക. അപ്പോൾ 3 സെക്കൻഡ് ആര് വെയിറ്റ് ചെയ്യണം? P4 വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ദ വെയിറ്റ് ടൈം പ്രോസസ് P1 ഈസ് 3. P1 എന്തിനു വെയിറ്റ് ചെയ്യണം? 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. P4 കഴിഞ്ഞിട്ട് വേണം എന്ത് വരാൻ? അത് വരാൻ. ഓക്കെ, ക്ലിയർ. To avoid race condition, the number of process that may simultaneously inside the critical section എന്ന് പറയുന്നത് 8 ആണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ക്ലാസ്? സ്റ്റാറ്റിക് ഫംഗ്ഷൻ, ഫ്രണ്ട് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, വെർച്വൽ ഫംഗ്ഷൻ. ഫ്രണ്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ. വിച്ച് ഓപ്പറേറ്റർ കനോട്ട് ബി ഓവർലോഡഡ്? ഏതാ? മറ്റേത് പ്ലസ് മൈനസ് സ്റ്റാർ ഒക്കെ കേട്ടോ. വാട്ട് ഹാപ്പൻ ഇഫ് ദ ഫോളോവിങ് C++ കമ്പൈൽഡ് ആൻഡ് എക്സിക്യൂട്ടഡ്? ഇൻറ്റ് സ്റ്റാർ PTR ഈക്വൽ ടു നൽ, ഡിലീറ്റ് PTR. ഒരു കുഴപ്പമില്ല, പ്രോഗ്രാം എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ആവും. ഓക്കെ. വിച്ച് ഈസ് മോർ എഫക്റ്റീവ് വൈൽ കോളിംഗ് C++ ഫങ്ഷൻ? ഏതാണ്? കോൾ ബൈ റെഫറൻസ്. വാട്ട് ഈസ് അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ C++? C++ലെ അബ്സ്ട്രാക്ട് ക്ലാസ് എന്താ? The specially used as base class with at least one pure virtual function. ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണ് വേണ്ടത്. വെർച്വൽ ഫംഗ്ഷൻ മാത്രം ഉണ്ടാകുമ്പോൾ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയിരിക്കണം. അതിനാണ് എന്ത് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. പാർട്ട് 1 പാർട്ട് 2 നോക്കിയിട്ട് കാണാം. ക്ലിയർ? ശരി, അടുത്ത പാർട്ട് ഉടൻ തന്നെ ചെയ്യാം.